ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഡോൾഫിൻ ഷോ, പിന്നെ എലിഫന്റ് ഷോ അതെല്ലാം കണ്ട ശേഷം ഇനി സഫാരി പാർക്കിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ ബസ്സിൽ തന്നെ ചുറ്റിക്കാണാണ് ചെയ്യുന്നത്. നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ല. അപ്പം നമ്മുടെ ബസ്സാണെങ്കിൽ ഡബിൾ ഡക്കർ പോലുള്ളതാണ്. മേളിൽ നിന്ന് തന്നെ നമുക്ക് മൃഗങ്ങളുടെ എല്ലാം കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പം നമ്മളിനി അങ്ങനെ ചുറ്റിക്കറങ്ങി ഏകദേശം 1 മണിക്കൂറോളം ഈ സഫാരി പാർക്ക് ചുറ്റിക്കറങ്ങും. കാരണം ഒരു 550 ഏക്കറോളം വരുന്ന അതാണ് ഇവിടുത്തെ മൊത്തം പ്ലേസ്. അപ്പോൾ അതൊന്നും നമുക്ക് മറ്റുള്ള രീതിയിൽ കാണാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതൊന്ന് കണ്ടു കറങ്ങിയ ശേഷം നേരെ നമ്മളിനി എയർപോർട്ടിലേക്കാണ് പോകുന്നത്. വൈകുന്നേരം രാത്രി 8 മണിയോടുകൂടിയാണ്, ഇവിടുത്തെ സമയം 8 മണിയോടുകൂടിയാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം 5 മണിക്ക് തന്നെ അവിടെ എത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി 11 മണി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെത്തും. ഇവിടെയും നമ്മുടെ നാട്ടിലെ സമയം തമ്മിൽ 1.5 മണിക്കൂർ കൂടുതലാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ 9:30 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് 1.5 മണിക്കൂർ നഷ്ടമാകും, അങ്ങോട്ട് പോകുമ്പോൾ 1.5 മണിക്കൂർ ലാഭമാകും. അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇന്ന് നമുക്ക് സഫാരി പാർക്കിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എല്ലായിടത്തും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, കാരണം ഭയങ്കര സൗണ്ടും പാട്ടുകളും പിന്നെ ആ ഷോ നടക്കുമ്പോൾ അതിൻ്റെതായ മ്യൂസിക്കും എല്ലാം ഉണ്ടാവുമല്ലോ. നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ സംസാരിക്കാൻ പറ്റും. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ചുറ്റും നോക്കിക്കേ, എന്തൊക്കെയാ കാണുന്നേന്ന്. നിങ്ങള് ചുറ്റൊന്ന് നോക്കിക്കേ, കാഴ്ച നോക്കിക്കേ. ടിക്കറ്റ് അടക്കം വരുന്നുണ്ട്. അത് നമ്മള് കൊറോണയ്ക്ക് പിന്നെ വേറൊന്നും വെച്ചാല് പോയില്ലെന്നല്ലേ പറഞ്ഞു. ഫ്രണ്ട്സ്, ഇവിടെ ബേർഡ് പാർക്ക് കണ്ടോ, എത്രായിരം പക്ഷികളാണ് അറിയാം ഇവിടെ ഉള്ളത്. പക്ഷെ ഇവരാരും, ഇത് ഓപ്പൺ സ്പേസിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരാളും ഈ പക്ഷികൾ പുറത്തു പോയാലും തിരിച്ചു തന്നെ ഇവിടെ വരും. കാരണം അത്രയും നല്ല ഫുഡും കാര്യങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് മേളിലേക്ക് പറന്നു പോകാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അവർ പോവത്തില്ല, അവരിങ്ങോട്ട് തന്നെ തിരികെ വരും. എന്ത് ഭംഗിയല്ലേ കാണാൻ.
അങ്ങനെ ഞങ്ങൾ സഫാരി പാർക്ക് കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഏകദേശം എല്ലാ മൃഗങ്ങളെയും കാണുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് ഓഫ് അനിമൽസും ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു പ്രൈവറ്റ് ഫാമിലി ഇത്തരത്തിലൊക്കെ ഇത് ചെയ്യണമെങ്കിൽ അവരുടെ ഡെഡിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. 550 ഏക്കർ സ്ഥലത്തിലാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ആരും മിസ് ചെയ്യാതെ കാണേണ്ട സംഭവമാണ് കേട്ടോ ഈ സഫാരി വേൾഡ്. ഇനി ഇതിൽ നമ്മൾ 2-3 സ്പോട്ടുകളൊക്കെ നമ്മൾ മിസ്സായിട്ടുണ്ട്. അതുപോലെ പ്രോഗ്രാംസും മിസ്സായിട്ടുണ്ട്. ഷോകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പറ്റാത്തത് കൊണ്ടുള്ള മിസ്സിങ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ നിൽക്കുകയാണെങ്കിൽ കുറേ അധികം ഷോകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതുപോലെ രാവിലെ നേരത്തെ എത്തുകയും വേണം. അപ്പം ഇനി നമ്മൾ നേരെ നമ്മുടെ നാട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ഇനി എയർപോർട്ടിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് വരും. അപ്പോൾ നമ്മുടെ വേറൊരു ബസ്സിൽ 2 ഗ്രൂപ്പും കൂടെ 2 ബസ്സിലാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ബസ്സിൽ കുറച്ച് പേരുണ്ട്. ഞങ്ങളുടെ ബസ്സിൽ കുറച്ച് പേര് നാളെ രാവിലെ വരുള്ളൂ. അവർക്ക് ട്രിവാൻഡ്രത്തോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് പോകേണ്ടത്. അതുകൊണ്ട് അവർ വേറെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ നാളെ കാലത്താണ് അവർ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം അവർ ഇവിടെ ഒരു സെപ്പറേറ്റ് ആയി. ഇനി ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറാൻ നാട്ടിലെത്താം. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് എമിനൻ്റ് പേഴ്സണാലിറ്റീസിനെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. പിന്നെ ഒരുപാട് ഗെറ്റ് ടുഗദർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെ എല്ലാം നടന്നു. നമ്മളെ പ്യൂരിഫൈ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക ഓരോ യാത്രകളും. അതുപോലെ പുതിയ അറിവുകൾ നേടാനുള്ള ചാൻസ്, ഇനിയും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പോകാനുള്ള ആഗ്രഹം, ഇതൊക്കെയാണ് ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു യാത്രകളും കൂടെ ചെയ്യാൻ സാധിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട് ഫ്രം തായ്ലൻഡ് വ്ലോഗ്. ബൈ. കിരീടം, രാജാവ്, എല്ലാവർക്കും ട്രൈ ചെയ്യാം. രാജമാണിക്യം. ഞങ്ങളങ്ങനെ ഡോങ് മെനോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. DMQ എന്നാണ് എയർപോർട്ടിൻ്റെ ഷോർട്ട് ഫോം പറയുന്നത്. നമ്മൾ ഇവിടെ തന്നെയാണ് നേരത്തെ ഇങ്ങോട്ട് വരുമ്പോഴും ഇറങ്ങിയത്. പക്ഷെ അത് നല്ല പുലർച്ചെ സമയമായതുകൊണ്ട് അതിൻ്റെ കാഴ്ചകളൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പം നമ്മളങ്ങനെ അതിൻ്റെ മുമ്പിലെത്തി. അപ്പം വലിയ പേരൊക്കെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത നമ്മുടെ വേറൊരു ബസ്സുണ്ടല്ലോ, അവരിങ്ങോട്ട് എത്താൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഇനി അടുത്ത് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യലാണ്. അതുകൂടാതെ നമ്മുടെ ബാഗെല്ലാം 7 kg വെയിറ്റിനുള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നൊന്ന് നോക്കണം. അങ്ങനെ വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുവാണ്. ഇനി അടുത്തത് നമുക്ക് ചെക്കിങ് നടപടികളിലേക്ക് പോകാനാണ്. ഞങ്ങൾ ചെക്കിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. ചെക്കിങ് കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല. 5:20 ഓപ്പൺ ആവുള്ളൂ. അപ്പോഴത്തേക്കും രാത്രിയിലേക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 7-Eleven എന്നുള്ള ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തായ്ലൻഡ് പോലുള്ള കൺട്രീസിലെല്ലാം 7-Eleven എന്നുള്ള ഷോപ്പാണെങ്കിൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും. ഇവിടെ 13 ബാത്തിനൊക്കെ കിട്ടുന്ന ഒരു ജ്യൂസ് പുറത്ത് പോയി പറഞ്ഞാൽ 100 ബാത്ത്, 50 ബാത്ത്, 75 ബാത്ത് അല്ലെങ്കിൽ 99 ബാത്ത് അങ്ങനെയൊക്കെയാണ് റേറ്റ് മാറി വരിക കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ച് റീസണബിൾ റേറ്റുള്ള ഷോപ്പ്. ഇത് എല്ലായിടത്തും ഉണ്ട്. തായ്ലൻഡ് പോലുള്ള ഇതുപോലുള്ള രാജ്യങ്ങളിലെല്ലാം എല്ലായിടത്തും ഉണ്ട്. അപ്പം പൊതുവേ എല്ലാവരും വന്നാൽ പ്രിഫർ ചെയ്യണത് ഈ 7-Eleven ആണ്. ഈ നിങ്ങൾ വരികയാണെങ്കിലും പ്രിഫർ ചെയ്യേണ്ടത് ഈ 7-Eleven ആണ്. ഇവിടെ നിന്നാണെങ്കിലും വാട്ടർ ആണെങ്കിലും മറ്റ് ജ്യൂസ് ഐറ്റംസും പാക്കറ്റ് ഫുഡുകളും എല്ലാം റീസണബിൾ റേറ്റിൽ കിട്ടും കേട്ടോ. എന്തായാലും ഒരു 50, 60, 70 ബാത്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റിലും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഞങ്ങളെല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ഇനി വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പം ഇവിടെ ഫുള്ള് മാളുകളാണ്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും കോഫി ഷോപ്പുകളും മറ്റൊക്കെയാണ്. ഇതാണ് എയർപോർട്ടിൻ്റെ വ്യൂ, DMK എയർപോർട്ടിൻ്റെ വ്യൂ. ഒരുപാട് വലിയതൊന്നുമല്ല, നമ്മൾ സിംഗപ്പൂർ പോലെയുള്ള സംഭവമൊന്നുമല്ല, എങ്കിലും നല്ല അടുക്കും ചിട്ടയോടെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ ഇനി ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. വാക്ക് വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഗേറ്റ് ഓപ്പൺ ചെയ്തത്. 8:10 ഫ്ലൈറ്റ് എടുക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ 7:50 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എൻട്രി തന്നത് തന്നെ. ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയിട്ടോ, ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഞങ്ങളങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തി, കൊച്ചിയിലോട്ടെത്തി. അവിടുത്തെ സമയം 11:45. തായ്ലൻഡിൻ്റെ സമയം 11:45 നമ്മളിവിടെ എത്തിയത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ സമയം 10:33. ഒരു രാജ്യമായിട്ട് മാത്രം പോയപ്പോ 5 ദിവസം. അപ്പൊ എല്ലാവരെയും നന്നായി കാണാലോ. അപ്പൊ അലിയും വന്നിട്ടുണ്ട്, അഷ്റഫ് അലിയൻ അലിയും വന്നിട്ടുണ്ട്. ഹലോ, എൻ്റെ മേമയും മക്കളുമാണ് കേട്ടോ. മേമയുടെ 2 പെൺമക്കളും ഒരു ആൺകുട്ടിയാണ് ഉള്ളത്. അപ്പോൾ മോൻ ചൈനയിലാണ് ഇപ്പോൾ ഡോക്ടറാവാൻ പഠിക്കുമായിരുന്നു. അപ്പോൾ അവൻ പഠിത്തം കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പോൾ അവനെ റിസീവ് ചെയ്യാൻ വേണ്ടി അവർ വന്നതായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് അവരെയും കാണാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും സന്തോഷം. ഫ്രണ്ട്സ്, നമ്മളപ്പം തായ്ലൻഡിൽ നിന്ന് വന്നു, നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ശരവണ ഭവന് മുമ്പിൽ വാഹനം നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മുടെ നാട്ടിലേക്ക്. ഇപ്പോൾ തന്നെ സമയം 12 മണിയിൽ കൂടുതൽ കഴിഞ്ഞു. അപ്പം ഇതോടുകൂടി നമ്മുടെ തായ്ലൻഡ് വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും മറ്റുള്ള യാത്രകൾ ഒരുപാട് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നും നിങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും യാത്ര ചെയ്യാനും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനും ജീവിതം ആസ്വദിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദി. ഇതുപോലെ മറ്റുള്ള നമ്മുടെ ചാനൽ ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക. അപ്പം മറ്റ് ഇൻഫർമേഷൻ വീഡിയോസും പിന്നെ ഇതുപോലെ ട്രാവൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലുകളിൽ ധാരാളം വരും. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. അപ്പം യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.